ഇരവികുളം വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് സെൻ്റർ ആണ്. ഇവിടുന്ന് നമുക്ക് കമ്പ്യൂട്ടർ ജനറേറ്റഡ് എൻവയോൺമെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യും. അഭിമന്യുവിൻ്റെ വീടൊന്ന് വിസിറ്റ് ചെയ്തു. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിലൂടെ കാണാൻ നല്ല രസമായിരുന്നു. കച്ചവടം ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ പറഞ്ഞത് ഫുഡിൻ്റെ കാഴ്ചകളാണ് ഇതൊക്കെ. അവിടെ ഫിലോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാറിക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ കാലത്ത് 6 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 8:30 ആകുമ്പോഴത്തേനും അങ്കമാലിയിലെത്തി. അപ്പോൾ അങ്കമാലിയിലെ ടിഫാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. നല്ല മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ മൂന്നാറിലോട്ട് പോവാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണിത്. ഈ പാലവും അപ്പുറത്ത് കാണുന്ന മലനിരകളൊക്കെ കൂടി കാണാൻ നല്ല രസമായിരുന്നു. ഈ പാലത്തിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. മൂന്നാറിലേക്കുള്ള റൂട്ടിൽ കണ്ട ഒരു പാലാണ്. എന്തായാലും അടിപൊളിയായിരുന്നു ഇത് കൂടെയുള്ള യാത്ര. മൂന്നാറിലേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 230 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. എന്നാൽ കൂടി നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മൂന്നാറിലേക്ക് പോകാനൊരു ടൈം ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇത്രയും കാലം എന്തൊക്കെയോ റീസൺസ് കൊണ്ട് ഇവിടെ വരാൻ പറ്റിയില്ല അത്ര അടുത്തായിട്ടും. അപ്പോൾ ഈ ഒരു സീസണിൽ ഭയങ്കര തണുപ്പാണെന്നൊക്കെയാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിയിൽ അതിമനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കണ്ടു. ചിയാപ്പാറ വെള്ളച്ചാട്ടം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇവിടെ ഒരുപാട് പേര് വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഈ വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. മലമുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം കണ്ടു നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു. 7 തട്ടുകളായി ദേശീയപാതയ്ക്ക് അടിയിലൂടെയാണ് വെള്ളച്ചാട്ടം ഒഴുകുന്നത്. 7 തട്ടുകളും നമുക്കത് വേർതിരിച്ച് കാണാൻ കഴിയും. നല്ല മഴക്കാലത്ത് വെള്ളച്ചാട്ടം കാണാൻ നല്ല രസമാവുമെന്നാണ് ഇവിടുത്തെ കച്ചവടം ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ പറഞ്ഞത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സൊക്കെ കുറച്ച് കുറവായിരുന്നു, മഴക്കാലം അല്ലാത്തതുകൊണ്ട്. എന്നാലും അടിപൊളിയായിരുന്നു. ഉച്ചയ്ക്ക് 12 മണി 12:30 ആകുമ്പോഴത്തേനും നമ്മൾ അടിമാലിയിലെത്തി. അപ്പോൾ അടിമാലിയിൽ ഹോട്ടൽ ഹറമേ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നിന്ന് നമ്മൾ ചോറ് കഴിക്കാൻ കയറി. ചോറ് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. സാമ്പാറും എന്തൊക്കെയോ അവിയലൊക്കെ ഒരു തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിക്കൻ 65 ഓർഡർ ചെയ്തു. അത് കഴിച്ചപ്പോൾ എൻ്റെ അമ്മ ഇത്രയും ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വീണ്ടും മൂന്നാറിലേക്കുള്ള യാത്ര തുടങ്ങി. ഉച്ചയ്ക്ക് ഏകദേശം 1:30-ക്കുള്ള കാഴ്ചയാണിത്. അത്യാവശ്യം വെയിലൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയായിരുന്നു. മൂന്നാർ എത്താനായിട്ടോ ഏകദേശം. അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണിത്. നല്ല രസമുണ്ടായിരുന്നു ഈ സൈഡിലുള്ള വ്യൂ. ഏകദേശം ഒരു 2 മണി ആകുമ്പോഴത്തേനും നമ്മൾ മൂന്നാറിലെത്തി. മൂന്നാർ ടൗണിലുള്ള കാഴ്ചകളാണിതൊക്കെ. നല്ല വെയിലായിരുന്നു സത്യത്തിൽ ഇവിടെ. മൂന്നാറത്തെ ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ ടൗണില്ലേ, ചെറിയ ടൗണാണ്.
ഇതാണ് മൂന്നാറിലെ ഇരവികുളം നാഷണൽ പാർക്ക്. ഇവിടെ ട്രക്കിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഇവിടുന്ന് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ട്രക്കിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്ക് പോവാം. പക്ഷെങ്കിൽ നമ്മൾ പോയിരുന്നില്ല. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ വരെ നമ്മൾ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ദൂരം നമ്മൾ നടക്കണം, തനിയെ നടക്കണം എന്നൊക്കെയാണ് ചോദിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പോയില്ല. ഈ കാണുന്നത് ഇരവികുളം വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് സെൻ്റർ ആണ്. ഇവിടുന്ന് നമുക്ക് കമ്പ്യൂട്ടർ ജനറേറ്റഡ് എൻവയോൺമെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യാം. ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത് ചാർജ് ടിക്കറ്റിന്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് പോയി നോക്കി. ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്തൊക്കെയാ വെച്ചാൽ ഇവിടുത്തെ വാട്ടർഫോൾസ്, അതുപോലത്തെ വ്യൂ പോയിൻറ്റ്സ്, അതുപോലെ വൈൽഡ് ആനിമൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ശരിക്കും കാണുന്ന ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിലൂടെ നമ്മൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ശരിക്കും ആ ഒരു സറൗണ്ടിങ്സിൽ നിൽക്കുകയാണെന്നൊരു ഫീല് കിട്ടുന്നുണ്ട്. അതാണ് വിർച്വൽ റിയാലിറ്റി. ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്ന വഴിയിൽ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. ഇത് കാന്തല്ലൂർ റൂട്ടിൽ കണ്ട ഒരു കാഴ്ചയാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് ലക്കം വാട്ടർഫോൾസിലേക്കാണ്. നമ്മൾ ലക്കം വാട്ടർഫോൾസിലെത്തി. ഇവിടുന്ന് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ്സ് എടുക്കണം, എന്നിട്ട് ഉള്ളിലേക്ക് എൻട്രി ഉള്ളൂ. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റിന് റേറ്റ് വരുന്നത്. രാവിലെ 8 മണി മുതൽ 4 മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ് കാര്യങ്ങളൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 മണിക്ക് ശേഷം ഇവിടുന്ന് ടിക്കറ്റൊന്നും കിട്ടില്ല. പിന്നെ വാട്ടർഫോൾസും കാര്യങ്ങളും അവർക്ക് ക്ലോസ് ചെയ്യും, നമുക്ക് കണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ ചേട്ടന് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്റ്റെപ്സൊക്കെ കയറിയിട്ട് പോവാണ്. നല്ല രസമുണ്ടായിരുന്നു. ലക്കം വാട്ടർഫോൾസിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ ഈ വാട്ടർഫോൾസ്. ഇതിലൂടെ എന്താ പറയുക, നടക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, കാല് തന്നെ വീഴാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. നല്ല രസമായിരുന്നു. ഒരുപാട് പേര് ഇവിടെയൊക്കെ വന്ന് സെൽഫീസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കുളിക്കുകയൊക്കെ ചെയ്യാം. നല്ല രസമായിരുന്നു. ഏകദേശം ഒരു 4-4:30 ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ലക്കം വാട്ടർഫോൾസിൽ നിന്ന് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. ഇവിടെ കോഫി പൗഡറും ടീ പൗഡറും ഒക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോഫി ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. ചായ വന്നു. കോഫിയാണ്. അടിപൊളി കോഫി. കോഫിയുടെ ഫ്ലേവറൊക്കെ എല്ലാം അറിയുന്നുണ്ട്. അടിപൊളി മുളക് ബജിയാണ്. മൂന്നാറിൽ ടൗണിൽ നിന്ന് തന്നെ നമ്മൾ റൂമൊക്കെ എടുത്തത് ഹോട്ടൽ അച്ചയിലാണ് നമ്മൾ റൂം എടുത്തത്. ഇവിടെ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂമായിരുന്നു. സർവീസൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ റൂമിലെത്തി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഫുഡിൻ്റെ കാഴ്ചകളാണ് ഇതൊക്കെ. അവിടെ ഫിലോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള മീനൊക്കെ നന്നായി പൊരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ റൈസ് ഉണ്ട്, ബീഫ്, പിന്നെ കാട ഫ്രൈ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു.
അത് 2 എണ്ണം ഒരു കട ഇവിടുന്ന് നമ്മൾ കഴിക്കാൻ പൊറോട്ടയും ബീഫ് ഫ്രൈ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ബീഫ് ഫ്രൈ ഒരു ഓക്കെ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഗ്രേവി ഉണ്ടായിരുന്നു. ഗ്രേവി കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ചുകൂടി എടുത്ത് കഴിക്കണം. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ഏകദേശം 8 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങി. നേരെ ഇനി പോകാൻ പോകുന്നത് വട്ടവടയ്ക്കാണ്. അപ്പോൾ മൂന്നാറിൽ നിന്ന് പെട്രോൾ അടിക്കുമ്പോൾ അവിടുത്തെ ഒരു ചേട്ടനോട് നല്ല ഹോട്ടൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ ഹോട്ടൽ മഹാറാണീനെ കുറിച്ച് പറഞ്ഞു തന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഹോട്ടൽ മഹാറാണിക്കാണ്. ലൈറ്റ് ചായ മൂന്നാറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ടലാണ് മഹാറാണി. ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് ഫുഡ് കിട്ടുന്നത്. പിന്നെ അഫോർഡബിൾ പ്രൈസുമാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. വട്ടവടയ്ക്ക് പോകുന്ന റൂട്ടിൽ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. ഏകദേശം ഒരു 9:30 ആ ഒരു ടൈമിലെ കാഴ്ചയാണിത്. ചെറുതായിട്ട് വെയിലൊക്കെ വരുന്നുണ്ട്, എന്നാൽ നല്ല തണുപ്പുമായിരുന്നു. വട്ടവടയൊക്കെ എത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല തണുപ്പാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. പുറമേ വെയിലാണ് കണ്ടതെന്നുണ്ടെങ്കിലും നല്ല ഒരു തണുപ്പ് ഇങ്ങനെ വന്നു തുടങ്ങിയിരുന്നു കേട്ടോ അവിടെ ഇത് കൂടെ രാവിലെ സഞ്ചരിക്കുമ്പോൾ. ദേ പോകുന്ന വഴിയിൽ ഡാമിൻ്റെ സെൻറ്ററിലൂടെയുള്ള ഒരു പാലാണിത്. നല്ലൊരു വ്യൂ ആയിരുന്നു. ഇവിടെ ഒരുപാട് പേര് വന്ന് നിന്നിട്ട് സെൽഫീസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ല കാഴ്ചയായിരുന്നു. ചെറുതായിട്ട് മഞ്ഞൊക്കെ കാണുന്നുണ്ട്. നല്ലൊരു കാഴ്ചയായിരുന്നു. ദേ ഒരുപാട് കന്നുകാലികൾ മേയുന്നതും അതിലൂടെ വെള്ളം ഒക്കെ ഒഴുകി പോകുന്ന കാണാൻ നല്ല രസമായിരുന്നു. ഈ ഒരു സ്ഥലം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ അങ്ങനെ വട്ടവടയിൽ എത്താനായി. വട്ടവടയ്ക്കുള്ള ചെക്ക് പോസ്റ്റാണിത്. ഇതിലൂടെ പോകുന്ന നേരത്ത് നമ്മൾ വണ്ടി നിർത്തിയിട്ട് കാഴ്ചകൾ കണ്ടിട്ടോ സെൽഫീസൊക്കെ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ പറ്റില്ല. അഥവാ അവരെങ്ങാനും കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ ഇടും. സോ ആ കാര്യങ്ങളൊക്കെ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിലൂടെ പോകുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. ഇവരിവിടെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് നേരം വണ്ടി നിർത്തിയിട്ടിട്ട് ഫോട്ടോസൊന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ വട്ടവടയിലെത്തി. വട്ടവടയിലെത്തിയപ്പോൾ തന്നെ നമ്മൾ അഭിമന്യുവിൻ്റെ വീടൊന്ന് വിസിറ്റ് ചെയ്തു. ഇതാണ് അഭിമന്യുവിൻ്റെ ഇപ്പോഴത്തെ വീട്. ഇവിടെ അച്ഛനും അമ്മയും അഭിമന്യുവിൻ്റെ സഹോദരനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അച്ഛനും അമ്മേനെയൊക്കെ കണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ഇനി വട്ടവടയിലെ ഒരു വ്യൂ പോയിൻ്റ് കാണാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വാട്ടർഫോൾസാണ്. നേരെ പോയി കഴിഞ്ഞാൽ വ്യൂ പോയിൻ്റ്. നമ്മൾ വാട്ടർഫോൾസിലേക്ക് പോയില്ല.
നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ വിചാരിച്ചിട്ട് പോയി. പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചകളാണിത്. മരങ്ങളൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് വെക്കുന്നുണ്ട് കുറേ ചേച്ചിമാർ. തിരക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ പ്ലൈവുഡിനുള്ള മരങ്ങളാണെന്നാണ്. അല്ല യൂക്കാലിപ്സ് നല്ല എടുക്കുക, ഒരു കഷ്ണം തോല് തരുമോ? സ്മെല്ലില്ലല്ലേ? അപ്പൊ ഇത് യൂക്കാലിപ്സ് അല്ല? ഓക്കെ, പ്ലൈവുഡ് ഉണ്ടാക്കുന്നതാണല്ലേ. ഞാനത് യൂക്കാലിപ്സിന്റെ മരങ്ങളാണോ എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് ചേച്ചിമാരോട് ചോദിച്ചാണ്. അപ്പോൾ അവർ പറഞ്ഞു പ്ലൈവുഡിൻ്റെ മരമാണ്. അപ്പോൾ അത് തോലൊക്കെ ചെത്തിയിട്ട് അവരെടുത്ത് വെക്കുകയാണ്. പ്ലൈവുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരിത് വന്ന് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ പോകുന്ന കാഴ്ചകളൊക്കെ വ്യൂ പോയിന്റിൽ ഏകദേശം എത്താനായിട്ടോ. ഇവിടെ നല്ല രസമായിരുന്നു. ഇതിൽ കൂടെ പോകുമ്പോൾ നല്ല തണുപ്പായിരുന്നു, നല്ല കാറ്റും തണുപ്പും കൂടി നല്ലൊരു വൈബായിരുന്നു. ഇവിടെ ഡ്രോൺ യൂസ് ചെയ്തിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. വട്ടവടയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള വ്യൂ പോയിന്റ് ആണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ വട്ടവട നമുക്ക് നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും. ടെൻറ്റുകളുണ്ട്, ടെൻ്റ് അടിച്ച് ഇവിടെ താമസിക്കാം. സെറ്റപ്പ് വന്നിട്ടുണ്ട്. തണുപ്പൊന്നും കുഴപ്പമില്ല. അങ്ങനെ വട്ടവടയിലെ വ്യൂ പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മളിനി താഴോട്ട് പോവാണ്. താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹണി മ്യൂസിയം കാണാം. ഇവിടെ ഫാമേഴ്സ് നട്ടു വളർത്തിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇവിടേക്കുള്ള എൻട്രി ഫ്രീ ആണ്, പേയ്മെൻ്റ് ഒന്നും തന്നെ വേണ്ട. മെയിനായിട്ട് ഇവിടെ സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആണ് ഞാൻ വന്നത്. പക്ഷേങ്കിൽ ഒരുപാട് സ്ട്രോബെറി ഒന്നും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ സ്ട്രോബെറിയുടെ സീസൺ ആവണുള്ളൂ, അതുകൊണ്ട് 1-2 പഴങ്ങളൊക്കെ ഓരോ ചെടിയുമ്പോൾ കാണുന്നുള്ളൂ. ധാരാളം പഴങ്ങളൊന്നും ആയിട്ടില്ല. ഇവിടെ സ്ട്രോബെറിയുടെ പല വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജാം, വൈന്, അങ്ങനത്തെ കുറേ ഐറ്റംസ്. അപ്പോൾ നമുക്ക് അവർ സാമ്പിൾ തരും, ഇഷ്ടപ്പെട്ടാൽ നമുക്കത് വാങ്ങാം. അതുപോലെ തന്നെ സ്ട്രോബെറീസ് അവർ പാക്കറ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. 140 രൂപയാണ് പാക്കറ്റിന്. അവർ ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ട് പാക്കറ്റിലാക്കിയതല്ല, വേറെ ഏതൊക്കെ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണെന്നാണ് പറയുന്നത്. ഇവിടുന്ന് പൊട്ടിക്കാനുള്ള ഒരു ഇതായിട്ടില്ല, സമയമായിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഒരുപാട് പഴം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് അവർ പൊട്ടിച്ചിട്ടില്ല എന്നാണ് അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത്. ഫോട്ടോ വ്യൂ പോയിന്റ് വട്ടവട. ഹണി മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ തിരിച്ച് മൂന്നാറിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ചേട്ടൻ കുറച്ച് സ്ട്രോബെറീസും കാര്യങ്ങളൊക്കെ വിൽക്കുന്നത് കണ്ടു. പക്ഷേങ്കിൽ ഈ ചേട്ടന് വലിയ വലിയ സ്ട്രോബെറീസ് തരാനും ഭയങ്കര മടിയായിരുന്നു. കുഞ്ഞു കുഞ്ഞു സ്ട്രോബെറീസ് ആയിരുന്നു തിരഞ്ഞു പിടിക്കുമായിരുന്നു. മേലെ വലുതൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചതായിരുന്നു തോന്നുന്നു പുള്ളി. ഞാൻ എത്ര പറഞ്ഞിട്ടും വലിയത് എടുക്കാൻ തയ്യാറല്ല. നല്ലതേ തരുള്ളൂ പോലെ, മോശം ആർക്കും കൂടുതലായിട്ടില്ല. ഒരു വട്ടിട്ടുള്ളൂ. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, ഉള്ളത് മതി. വലുതിട്ടോളൂ. ഇവിടെ ചോളം പുഴുങ്ങിയിട്ട് നാരങ്ങയും ഉപ്പും മുളകും ഒക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങി.
ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി, ക്യാബേജ്, ക്യാരറ്റ്, അതുപോലെ കുറച്ച് ബീട്രൂട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിയിരുന്നു. വട്ടവടയിൽ നിന്ന് ഇറങ്ങി നമ്മൾ താഴോട്ട് വരുമ്പോൾ എക്കോ പോയിന്റിൽ കാണുന്ന കാഴ്ചകളാണിത്. ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിലേക്ക് നമ്മൾ ഫ്രണ്ട്സിനും ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം. പക്ഷേങ്കിൽ നല്ല റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. 80 രൂപ പറഞ്ഞൊരു സംഭവം നമ്മൾ കുറച്ച് ഒന്ന് ബാർഗെയിൻ ചെയ്തപ്പോൾ 50 രൂപയ്ക്ക് അവർ തരാൻ റെഡിയായി. പക്ഷേങ്കിൽ ശരിക്കും അതിന് 50 രൂപ പോലും ചിലപ്പോൾ റേറ്റ് ഉണ്ടാവില്ല. നല്ല റേറ്റ് കൂട്ടിയിട്ടിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഇവിടെ ചായ കുടിക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ട്. നല്ല ചായക്കടകളൊക്കെ ഉണ്ട്. പിന്നെ കുറേ തേയിലപ്പൊടികൾ, അതുപോലെ കാപ്പിപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് ഒരുപാട് സാധനങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഡാമിൻ്റെ ഏരിയയാണ്. ഇവിടെ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇതിൻ്റെ താഴോട്ട് പോകാൻ ഫീ ഉണ്ട്, എൻട്രി ഫീ ഉണ്ട്. എത്രയാണ് ഫീ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അങ്ങനെ ചെറിയ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ നമ്മൾ വീണ്ടും ഹോട്ടൽ മഹാറാണിയിൽ തന്നെ കയറി ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ. ഉച്ചക്കത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ 4 മണി 4:30 ആയി മഹാറാണിയിൽ എത്തിയപ്പോൾ, മൂന്നാറിലെത്തിയപ്പോൾ മൂന്നാറിൽ ഭക്ഷണം കഴിച്ചു. ചിക്കൻ പീസ് ഉള്ളൂ. കറിയുണ്ട് ഇവിടെ. കുട്ടി ബിരിയാണി ആദ്യമായിട്ട് കഴിച്ചു. വേറൊരു ടേസ്റ്റ്. കുറച്ച് സാലഡ് എടുക്കട്ടെ. ഞാൻ ആദ്യം ഈ കളറൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ബിരിയാണി വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അടിപൊളി ബിരിയാണി, രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ടു ഗിവ് എ തംസ് അപ്പ് ആൻഡ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണുമായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സ്റ്റേ ഹാപ്പി.